മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. മുതിർന്ന ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം ദുരന്ത മേഖലയിൽ പരിശോധന നടത്തുന്നു. അതിനിടെ ചാലിയാർ പുഴയിൽ തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പുഴയിലെ മൺതിട്ടകൾ കേന്ദ്രീകരിച്ച് വിശദമായ തെരച്ചിൽ നടത്തും. നാളത്തോടുകൂടി തെരച്ചിലിന്റെ ഒരു ഘട്ടം പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. ഏതാണ്ട് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും സാൻഡ് ബെഡുള്ള സ്ഥലത്തൊന്നുകൂടി നോക്കണം എന്ന് സേനാംഗങ്ങളുടെ ലീഡർഷിപ്പ് പൊതുവായി അഭിപ്രായപ്പെട്ടതിന്റെ ഭാഗമായി അതുകൂടി ഇന്ന് നാളെയുമായിട്ട് നോക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തും. നമ്മളിപ്പോൾ നാളത്തോടുകൂടി നേരത്തെ പറഞ്ഞത് തെരച്ചിലിന്റെ ഒരു പ്രത്യേക ഘട്ടം അവസാനിക്കും എന്നാണ്. പക്ഷേ സേനയിലെ നമ്പർ ആളുകൾ നമ്മുടെ കയ്യിൽ റിസർവിലുണ്ട്. ഏത് ഘട്ടത്തിലാണെങ്കിലും അത് അന്വേഷിക്കാൻ കഴിയുന്നത്. വെള്ളാർമല സ്കൂളിന് സമീപത്ത് നടത്തിയ തെരച്ചിലിൽ 4 ലക്ഷം രൂപ കണ്ടെടുത്തു. ഫയർഫോഴ്സിന്റെ 100ഓളമുള്ള സംഘങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത്. വെള്ളാർമല സ്കൂളിന്റെ ബാക്കിലുള്ള സ്ട്രീമിൽ നോക്കിയപ്പോഴാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഈ ഇത്രയും രൂപ കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് 500ന്റെ ഒരു 7 കെട്ടും 100ന്റെ 5 കെട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു 4 ലക്ഷം രൂപയോളം കാണുമെന്ന് അനുമാനിക്കുന്നു. ഇതെല്ലാം പോലീസ് പാർട്ടിയും ആ സ്ഥലത്തുണ്ടായിരുന്നു. നമ്മൾ അവരുമായിട്ട് പോലീസ് കൺട്രോൾ റൂമിലോട്ട് ഇത് കൈമാറുന്നുണ്ട്. ചൂരൽമലയിൽ നിന്ന് തനേഷ് തമ്പി വിവരങ്ങൾ നൽകും. തനേഷ്, ഇപ്പോൾ നാളെയോടുകൂടി തെരച്ചിലിന്റെ ഒരു ഘട്ടം പൂർത്തിയാകുമെന്ന് റവന്യൂ മന്ത്രി പറയുന്നു. നേരത്തെ മുഖ്യമന്ത്രിയും പറഞ്ഞു വെള്ളിയാഴ്ച വരെ തെരച്ചിൽ ഇതേ നിലയിൽ തുടരുമെന്ന്. അപ്പോൾ വെള്ളിയാഴ്ചയ്ക്ക് ശേഷമുള്ള തെരച്ചിൽ എങ്ങനെയായിരിക്കും? നമ്മൾ താൽക്കാലികമായി ഇപ്പോഴത്തെ ഈ പരിശോധന അവസാനിപ്പിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഔദ്യോഗിക വിശദീകരണം ഇക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ടോ അവിടെ? വിജയകുമാർ, ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നുമില്ലെങ്കിലും ഇപ്പോൾ തിരച്ചിൽ മന്ദഗതിയിലാണ്. പ്രത്യേകിച്ചും മൃതദേഹ ഭാഗങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. വലിയ പ്രതികൂല കാലാവസ്ഥ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ മുണ്ടക്കൈ അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചൂരൽമലയിൽ ഇല്ലെങ്കിൽ പോലും ആ ഭാഗങ്ങളിലൊക്കെ വലിയ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തകരൊക്കെ ഇതിനോടകം തന്നെ അവിടുന്ന് താഴേക്ക് വരാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ തെരച്ചിലിന് അത് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ പോലും താഴെ ഭാഗങ്ങളിലൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് 1 ലക്ഷം രൂപ വെള്ളാർമല സ്കൂളിന് പുറകിൽ നിന്ന് കിട്ടിയത്. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഉള്ള ഒരു 1 ലക്ഷം രൂപയുടെ നോട്ടുകെട്ടുകളാണ് ലഭിച്ചത്. 4 ലക്ഷം രൂപയുടെ നോട്ടുകെട്ടുകളാണ് ലഭിച്ചത്. അതിൽ ആരുടെയെങ്കിലും കല്യാണാവശ്യത്തിനോ മറ്റോ വെച്ച പണമാകണം എന്ന് കരുതുന്നു. എന്തായാലും ആ പണം പോലീസ് കൺട്രോൾ റൂമിൽ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഉടമസ്ഥനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പണക്കെട്ടിൽ തന്നെ ആ ബാങ്കിന്റെ ഇവിടെ SBI ശാഖയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ആ ഉടമസ്ഥനിലേക്ക് പണം എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ വെച്ചുപുലർത്തുന്നതിന് പിന്നിൽ. എന്തായാലും ഇന്നും തിരച്ചിൽ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ശരീരഭാഗങ്ങൾക്ക് വേണ്ടിയോ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലല്ല, മറിച്ച് വീടുകളിൽ, അതായത് തകർന്നുപോയ വീടുകൾക്കുള്ളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ വിലപിടിപ്പുള്ള മറ്റ് സാധനങ്ങൾ എന്നിവ കണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഒക്കെ ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ തിരച്ചിൽ നടക്കുന്നത്. അങ്ങനെ പല വീടുകളിൽ നിന്നും ആളുകൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോകുന്ന കാഴ്ചകൾ ഇതുവരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അത് ഇനിയുള്ള മണിക്കൂറുകളിലും തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഈ തിരച്ചിലിന്റെ 1-ാം ഘട്ടം അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നാളെയോടുകൂടി ഈ കാര്യത്തിൽ ഇത്തരത്തിലുള്ള തിരച്ചിലിന്റെ ഗതി മാറും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 124 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ആ നിലയിലുള്ള പരിശോധനകൾക്ക് ഇനി പ്രസക്തിയില്ല എന്നുള്ളതാണ് വിദഗ്ധർ ഒക്കെ പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം 2 തവണ ഈ പ്രദേശങ്ങളാകെ പരിശോധന നടത്തിക്കഴിഞ്ഞിരുന്നു. പരമാവധി മൃതദേഹങ്ങളും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളും ഒക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ പരിശോധന വ്യാപകമായി നടത്തുന്നില്ല. മറിച്ച് ഏതെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളിൽ, അവിടെ ആരെങ്കിലും മണ്ണിനടിയിൽ ഉണ്ടാകാം എന്ന സംശയം പ്രകടിപ്പിക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് അത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. ഇന്നലെ വെള്ളാർമല സ്കൂളിന്റെ പുറകിൽ അത്തരത്തിലുള്ള ഒരു പരിശോധന JCB ഒക്കെ ഉപയോഗിച്ച് നടത്തിയിരുന്നു. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ നിലയിൽ മാത്രമാണ് ഇപ്പോൾ പരിശോധന മുന്നോട്ട് പോകുന്നത്. എന്തായാലും നാളെയോടുകൂടി പരിശോധനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള പ്രമുഖ ഭൗമശാസ്ത്രജ്ഞൻ, മുതിർന്ന ശാസ്ത്രജ്ഞനായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആഘാതം എത്രത്തോളം, അതിന്റെ തുടർ ചലനങ്ങൾ എന്തൊക്കെയായിരിക്കും, അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതൽ ദുർബലമാകാൻ സാധ്യതയുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള റിപ്പോർട്ട് അത് ഇന്ന് പരിശോധന പൂർത്തിയാകും എന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നത് പൂർത്തിയാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നാളെ കൂടി ഈ പരിശോധന തുടരും. അതിനുശേഷമായിരിക്കും ഇതിനുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് 5-അംഗ കമ്മിറ്റി തയ്യാറാക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും തുടക്കത്തിൽ ഒരുപാട് ആളുകൾ, ഒരു രക്ഷാപ്രവർത്തകർ അതുപോലെ തന്നെ സൈന്യം, മറ്റ് സന്നദ്ധ പ്രവർത്തകർ ഒക്കെ ഉണ്ടായിരുന്ന ഇടമാണ് ഈ ചൂരൽമലയും ഇതിന്റെ
അതിന്റെ സമീപ പ്രദേശങ്ങളായ ഈ ദുരന്തബാധിത മേഖലകളുമൊക്കെ. പക്ഷേ ഇപ്പോൾ അത്രത്തോളം ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ കുറച്ച് ആളുകൾ, ഏതാണ്ട് 200-ൽ താഴെ സന്നദ്ധ പ്രവർത്തകർക്ക് മാത്രമാണ് പ്രവേശനം നൽകിയിരിക്കുന്നത്. സേനകളുടെയും അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ വിന്യാസത്തിലും ആ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ആ രീതിയിലുള്ള ഒരു തിരച്ചിൽ, കാടടച്ചുള്ള തിരച്ചിൽ പൂർണ്ണമായും മാറിയിരിക്കുന്നു. നാളെയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിജയകുമാർ. യെസ്, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത് ചൂരൽമലയിൽ നിന്ന്. ഏതാണ്ട് 100-ലധികം ആളുകളെ, 120ഓളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തെരച്ചിൽ അതേ നിലയിൽ നാളെ കഴിഞ്ഞുണ്ടാകുമോ എന്നറിയില്ല. നാളെ വെള്ളിയാഴ്ചയോടുകൂടി തെരച്ചിലിൻ്റെ ഒരു ഘട്ടം അവസാനിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി വിശദീകരിച്ചു. എങ്ങനെയാണ് അടുത്ത ഘട്ടത്തിലെ ഇത്തരം തെരച്ചിൽ എന്നത് സംബന്ധിച്ച് ഒരു പക്ഷേ കൂടുതൽ വിശദീകരണം ഇന്നും നാളെയും ഒക്കെയായി ഈ മന്ത്രിതല സംഘത്തിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.